നമസ്കാരം, ഞാൻ ഡോക്ടർ സോഫിയ സലീം മാലിക്, പട്ടം SUT ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റാണ്. ഈ വരുന്ന മെയ് 5-നാണ് വേൾഡ് ആസ്മ ഡേ. ആസ്മയോടനുബന്ധിച്ച് നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ജീന എന്ന സംഘടന, ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഫോർ ആസ്മ എന്ന സംഘടനയാണ് ഈ വേൾഡ് ആസ്മ ഡേ സംഘടിപ്പിക്കുന്നത്. വേൾഡ് ആസ്മ ഡേയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആസ്മയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ലോകമാകമാനം കാണുന്ന ഒരു നോൺ കമ്മ്യൂണിക്കേബിൾ റെസ്പിറേറ്ററി ഡിസീസ്. ഇതിൽ നമ്മൾ നോക്കിയാൽ 460 മില്യണിലധികം ആൾക്കാർ ആസ്മ രോഗം മൂലം ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. അതിൽ നമ്മൾ നോക്കിയാൽ ഒരു 250 ലക്ഷത്തോളം ആൾക്കാർ ഒരു വർഷം ആസ്മ രോഗം കാരണം മരണമടയുന്നുണ്ട്. ഈ ആസ്മ രോഗം കൊണ്ടുള്ള മരണം യൂഷ്വലി നമുക്ക് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലാണ്. എന്നാൽ ഡെവലപ്ഡ് കൺട്രീസിലും ഈ മരണനിരക്ക് നമ്മൾ ഇപ്പോൾ ഹൈ ആയിട്ടാണ് കാണുന്നത്. ഈ വർഷത്തെ ആസ്മ ഡേയുടെ തീം എന്ന് പറഞ്ഞാൽ മേക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇൻഹേൽ മെഡിക്കേഷൻസ് അവൈലബിൾ ഫോർ ഓൾ എന്ന് പറഞ്ഞാൽ ഈ ആസ്മയ്ക്ക് കൊടുക്കുന്ന ഇൻഹേലർ രൂപത്തിലുള്ള മരുന്ന്, ഈ ഇൻഹേലർ രൂപത്തിലുള്ള മരുന്നിൽ ഉള്ളത് നമുക്കൊരു ശ്വാസനാളം ഡയലേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ബ്രോങ്കോ ഡയലേറ്ററും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി, ശ്വാസനാളത്തിലെ നീർക്കെട്ട് കാരണമാണ് ആസ്മ വരുന്നത്. അപ്പോൾ ആ നീർക്കെട്ട് തടയാനുള്ള ഇൻഹേൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സും അടങ്ങിയ ഇൻഹേലർ കണിക രൂപത്തിലുള്ള മരുന്നുകൾ എല്ലാവർക്കും അവൈലബിൾ ആക്കുക ഒരു ഏർജൻറ്റ് നീഡ് ആണെന്നാണ് നമ്മളുടെ ജീന സംഘടന പറയുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ പ്രസക്തമാണ്. കാരണം നമ്മൾ ഈ ആസ്മ ഒരു പ്രിവെൻറ്റബിൾ കോസ് ഓഫ് ഡെത്താണ്. അങ്ങനെ ഇരിക്കെ ഇതിൻ്റെ മരണനിരക്ക് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ മരണനിരക്കിന് കാരണം തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യുകയും ട്രീറ്റും ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആസ്മയെ പറ്റിയുള്ള അവബോധം പബ്ലിക്കിൻ്റെ ഇടയിൽ വളരെ കുറവാണെന്നും ഉള്ള ഒരു കാര്യം ഉപരി ഈ ഇൻഹേലേഴ്സിനെ ഒരു അവേർഷനുണ്ട്. എന്ന് വെച്ചാൽ ഇൻഹേലേഴ്സിന് ഒരു സ്റ്റിഗ്മ ഉണ്ട് ആൾക്കാർക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇൻഹേലേഴ്സിൻ്റെ യൂസ് ചെയ്താൽ അതിന് അഡിക്ഷനായി പോകുമെന്നോ, ഈ സ്റ്റിറോയിഡ് അടങ്ങിയ ഇൻഹേലർ അത് ദോഷം ചെയ്യുമെന്നോ ഉള്ള തെറ്റിദ്ധാരണയാണ് ഇൻഹേലേഴ്സ് ഉപയോഗിക്കുന്നതിൽ നിന്ന് ആൾക്കാരെ പിന്തിരിപ്പിക്കുന്നത്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല. ഈ ആസ്മയ്ക്ക് കൊടുക്കുന്ന ഇൻഹേലറിൽ ഒരു ബ്രോങ്കോ ഡയലേറ്ററും ഒരു ശ്വാസനാളം വികസിക്കാനും, കാരണം ആസ്മയുടെ കാരണം തന്നെ ആസ്മ എന്ന് പറഞ്ഞാൽ ശ്വാസതടസ്സമാണല്ലോ. ഈ ശ്വാസതടസ്സം ഈ അലർജി മൂലമാണ് യൂഷ്വലി ഈ ശ്വാസതടസ്സം ഉണ്ടാകുന്നത്. ഈ അലർജി കാരണം നമുക്ക് ശ്വാസനാളത്തിൽ തടസ്സം അനുഭവപ്പെടുകയും അതിൻ്റെ ശ്വാസനാളത്തിലെ ഭിത്തികൾക്കൊക്കെ ഒരു നീർക്കെട്ട് ബാധിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നീർക്കെട്ട് തടയാനാണ് നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗായ ഇൻഹേൽഡ് സ്റ്റിറോയിഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ ഇൻഹേൽഡ് മെഡിക്കേഷൻസിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ അകറ്റാനും എല്ലാവർക്കും ഇത് ഇൻക്ലൂഡിങ് പ്രീ സ്കൂൾ ചിൽഡ്രൻ ഇത് എല്ലാവർക്കും അവൈലബിൾ ആവാനും നമ്മൾ പോളിസി മേക്കേഴ്സ് ആയാലും ഈ ഡ്രഗ് ഫാർമസ്യൂട്ടിക്കൽസ് ആയാലും ഇതിൻ്റെയൊക്കെ നമുക്ക് അവൈലബിലിറ്റി, അതിൻ്റെ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്സും എല്ലാം ഉറപ്പുവരുത്തണം. ഒരുപാട് പൈസയുള്ള മരുന്നുകൾ നമുക്ക് സാധാരണക്കാർക്ക് ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യേണ്ട മരുന്നുകളാണ്. അവർക്ക് മിക്കവാറും യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഈ പോളിസി മേക്കേഴ്സും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസും ഇതിൽ സോഷ്യൽ വർക്കേഴ്സും എല്ലാം ഇതിൽ ഒരുപാട് പ്രാധാന്യം ഉണ്ട്. ഇപ്പം പ്രോപ്പറായിട്ട് ഈ ആസ്മ രോഗത്തെ പറ്റി ഒരു അവബോധവും അതിൻ്റെ ഉപയോഗിക്കേണ്ട മരുന്നിൻ്റെ ഇമ്പോർട്ടൻസും എല്ലാവരിലും എത്തിക്കേണ്ടത് അനിവാര്യമാണ്.